Hi everyone, hope you're well. So today we are going to discuss a small and very easy chapter that is coordinate geometry again. So do you know what is coordinate geometry? And he's the one who found that coordinate geometry, okay? And let's see what is coordinate geometry, okay? Coordinate geometry എന്ന് പറഞ്ഞാൽ എന്താണ് coordinate geometry is the branch of mathematics that studies the position of an object on a plane using two mutual perpendicular lines called axes. ഓക്കെ, ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായോ? ജസ്റ്റ് സിമ്പിളാണ്, പ്രത്യേകിച്ച് നമുക്ക് ഒരു കാര്യം പറയുന്നില്ല. പറയുന്നത് എന്താണ്, രണ്ട് ആക്സിസ് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. ഒന്ന് എക്സ് ആക്സിസ് ഉണ്ടാകും ആൻഡ് ഇനി അതർ വൺ ഇസ് വൈ ആക്സിസ്. ഈ രണ്ട് ആക്സിസ് വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ്, ഇപ്പോൾ ഇതാ ഞാൻ മാം ഇവിടെ ഒരു പോയിന്റ് ഇട്ടാൽ കണ്ടോ, ആ ഒരു പോയിന്റ് എവിടെയാണ് എന്ന് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഏതെങ്കിലും ഒരു പോയിന്റ് ഒരു ഒബ്ജക്റ്റ് എവിടെയാണെന്ന് കറക്റ്റ് എക്സാക്റ്റ് ആയിട്ട് അതിൻ്റെ ലൊക്കേഷൻ പറയാമെന്ന് പറയില്ലേ, ആ ലൊക്കേഷൻ പറയുന്നതാണ് ഈ ഒരു കോർഡിനേറ്റ് ജോമെട്രി. ഓക്കെ, നല്ല എളുപ്പമാണ് കേട്ടോ, സിമ്പിളാണ് കേട്ടോ. ഓക്കെ, സോ ലെറ്റ് സി. സോ നിങ്ങൾ നോക്കിയാൽ ഇതേപോലെ രണ്ട് കോർഡിനേറ്റ്സ് കൊടുത്തിട്ട് നമ്മൾ എവിടെയാണ് x1 y1 എന്നൊക്കെ പറഞ്ഞിട്ട്, സോ ഇപ്പോൾ ഇവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്തുണ്ടാകും, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇവിടെ നോക്കി, ഇവിടെ പോയിന്റ് 1, ഇവിടെ 2 കണ്ട, ഇവിടെ 1, ഇവിടെ 2, ഓക്കെ, ഇവിടെ 3 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു സൈഡിൽ നോക്കുമ്പോൾ ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. സോ ഇപ്പോൾ ഇതിനെ ആക്സിസ് ആയിട്ട് നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും എക്സ് ആക്സിസ് ഫസ്റ്റ് കൊടുക്കുക. ഓക്കെ, എക്സിൽ ഈ ഒരു പോയിന്റ് നോക്കി, ഈ ഒരു പോയിന്റ് എവിടെയാണ് എക്സിലുള്ളത്, 1-ലാണുള്ളത്. സോ 1 കൊടുത്ത്. വൈയിൽ എവിടെയുള്ളത്, വീണ്ടും വൈയിൽ 1-ലാണ് അല്ലേ, വൈയിൽ എവിടെയാണ്, 1-ൽ തന്നെയാണ്. സോ 1 കൊടുത്ത്. സോ 1,1 എന്നുള്ള രണ്ട് കോർഡിനേറ്റ്സ് വെച്ചിട്ട്, ഓക്കെ, രണ്ട് ഓർഡർ പെയർ ഓഫ് നമ്പർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പോയിന്റ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പറയുന്നതിനാണ് കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ചാപ്റ്റർ ആണ് കേട്ടോ. സോ ലെറ്റ് സി വാട്ട് ഇസ് ദി നെക്സ്റ്റ് തിങ്സ്. ഇതിൽ നിങ്ങൾ മെയിനായിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റ് വൺ ഇസ് എക്സ് ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ ഇങ്ങനെ കിടന്നുറങ്ങുന്ന ഹോറിസോണ്ടൽ ആയിട്ടുള്ള ആക്സിസ് ഇല്ലേ, ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ് ആക്സിസ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് വന്നിട്ടുള്ള ആക്സിസോ, ദാറ്റ് ഇസ് ആർ വൈ ആക്സിസ്. ഓക്കെ, എന്നിട്ട് ഈ രണ്ട് പോയിന്റും കൂടെ ജോയിൻ ചെയ്യുന്നൊരു സ്ഥലത്ത് നമ്മൾ ഓറിജിൻ എന്ന് പറയും. ഓറിജിൻ എപ്പോഴും 0,0, എക്സും 0 വൈയും 0 ആയിരിക്കും. ഓക്കെ, റെഡി. നെക്സ്റ്റ് എന്താ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇതിൽ ഇനിയിപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ കേട്ടോ, ഒന്നുകൂടെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാണ്ട്. എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ മാം പറഞ്ഞില്ല. എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ രണ്ട് അല്ലേ കണ്ട ഇങ്ങനൊരു, ഒരു മിനിറ്റ് കേട്ടോ, സോറി. ഓക്കെ, ഇവിടെ നോക്കിയാൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാണ്, രണ്ട് പ്ലസ് പോലെ ഇങ്ങനെ പ്ലസ് പോലെ, ഒന്ന് എക്സ് ആണ് ഒന്ന് വൈ ആണെന്ന് പറഞ്ഞ്, എന്നിട്ട് ഞാനിപ്പോൾ ഇതിലിവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത്, ഈ പോയിന്റ് ഇപ്പോൾ തന്നെ ഇവിടെ 1, 2, 3 മാർക്ക് ചെയ്തത് 3-ലാണ് ആൻഡ് ഇവിടെ 1, 2 ഇവിടെ 2-ലാണ്. ഓക്കെ, സോ 2-ലാവുമ്പോൾ ഇവിടെ വരുന്ന ഈ ഒരു പോയിന്റിന് നെയിം ഞാൻ എങ്ങനെ കൊടുക്കും, എക്സ് ആക്സിസിൽ 3, വൈ ആക്സിസിൽ 2. സോ 3,2 എന്നുള്ളതാണ് അവിടുത്തെ പോയിന്റ്. ഓക്കെ, സോ ഇതിലെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ 3 ഉണ്ടല്ലോ, ഈ 3-നാണ് നമ്മൾ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്, ഈ 2-നാണ് വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ആ എക്സ് കോർഡിനേറ്റിനുള്ള വേറൊരു പേരാണ് അബ്സിസ, അവിടെ എഴുതിയിട്ടുണ്ട്. ആൻഡ് വൈ കോർഡിനേറ്റിനുള്ള വേറൊരു പേരാണ് ഓർഡിനേറ്റ്. ഓക്കെ, ഇനി ഇതേപോലെ ഇവരിങ്ങനെ 4 പേരും ഇവിടെ നോക്കി, ഇവിടെ ഫസ്റ്റ് ഒരു ബോക്സ് ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇങ്ങനെ 1, 2, 3, 4 ഇങ്ങനെ 4 ക്വാഡ്രൻസ് ആയിട്ട്, 4 റീജിയൻ, 4 ക്വാഡ്രൻസ് ആയിട്ടാണ് ഈ ഒരു പ്ലെയിൻ ഉണ്ടാവുക. സോ അതിൻ്റെ 4-നെ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ് എന്ന് പറയും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ ക്വാഡ്രൻസിനെ ഓർമ്മ വെക്കാന്ന് അറിയാം, നമുക്കൊക്കെ നമ്മളിതിനെ മറന്നു പോവാതിരിക്കാൻ അല്ലേ, നമുക്ക് ചിലപ്പോൾ വരുന്നൊരു പ്രശ്നമാണ്, കൺഫ്യൂസ് ആകും എങ്ങനെയാണ് ഇപ്പോൾ ഇതിനെ നെയിം ചെയ്യുക എന്നുള്ളത്. സോ മറന്നു പോവാതിരിക്കാൻ നമുക്കൊക്കെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ ഒരു പിക്ചറിൽ നോക്കി, ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഫസ്റ്റ് വന്നിട്ടുണ്ട് അല്ലേ, ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി ഇതെങ്ങനെ ഓർത്ത് വെക്കാമെന്നറിയോ, നിങ്ങൾക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് എന്ത് കൊടുക്കാം, ഇങ്ങനെ സി ഇടുന്നത് പോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, മക്കൾ ജസ്റ്റ് ഒന്ന് നോക്കി, സി പോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ് ആക്ച്വലി വരുന്നത്, സി കണ്ട 1, 2, 3, 4. സോ സി പോലെ വരുന്നതാണ് 1, 2, 3, 4 എന്ന് പറയുന്ന ക്വാഡ്രൻ്റ് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അതേപോലെ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ഇവിടെ ഒക്കെ നമ്മൾ പ്ലസ്, ഈ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് വരയ്ക്കുമ്പോൾ നീളത്തിൽ വരച്ചിട്ട് ഇവിടെ കണ്ടു, ഇവിടെ എപ്പോഴും പോസിറ്റീവ് നമ്പേഴ്സ് 1, 2, 3, 4 എന്ന് പോസിറ്റീവ് നമ്പേഴ്സ്, ഈ സൈഡിലേക്ക് നെഗറ്റീവ് നമ്പേഴ്സ്, -1, -2, -3 അങ്ങനെ പോകും. ഇവിടെ മേലെ വരുമ്പോൾ പോസിറ്റീവ് നമ്പേഴ്സ്, താഴെ വരുമ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ്. ഓക്കെ, എന്നിട്ട് നിങ്ങളോട് എന്ത് ചോദിക്കുകയാണ്, ഇതിൽ എങ്ങനെയാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ചോദിക്കും, ഇപ്പോൾ ജസ്റ്റ് -3 ആൻഡ്
-3 ആൻഡ് +2. ഇത് ഏത് ക്വാഡ്രൻറ്റിലാണ് ഉള്ളതെന്ന് ചോദിക്കും. അപ്പോൾ നമ്മളിവിടുത്തെ സൈൻസിനെ മാത്രമാണ് കേട്ടോ ശ്രദ്ധിക്കുന്നത്. ഇവിടെ കണ്ട ഇവിടെ നെഗറ്റീവ് സൈൻ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നെഗറ്റീവ്, രണ്ടാമതുള്ളതിൽ പോസിറ്റീവ് സൈനാണ്. സോ സെക്കൻഡ് പോസിറ്റീവ്. ഇത് രണ്ടും വരുന്നത് എവിടെയാണ്? സെക്കൻഡ് ക്വാഡ്രൻറ്റ്. സോ നമ്മളോട് ക്വസ്റ്റൻ ഇത് ഏത് ക്വാഡ്രൻറ്റിലാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ദിസ് ഇസ് ഇൻ സെക്കൻഡ് ക്വാഡ്രൻറ്റ് എന്ന് പറയും. സെക്കൻഡ് ക്വാഡ്രൻറ്റ് ആണ് എന്ന് പറയും. ഓക്കെ, സോ ഇങ്ങനെയാണ് ചെറിയ ക്വസ്റ്റ്യൻസാണ് മക്കളോട് വരുന്നത് കേട്ടോ. ഓക്കെ, ഭയങ്കര ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നുമില്ല, സിമ്പിളാണ് ചാപ്റ്ററൊക്കെ. ഇനി നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണ് മേ ബി ഇവിടെ എക്സ് ആക്സിസ് ഉണ്ടല്ലോ, ഈ എക്സ് ആക്സിസിൻ്റെ മുകളിൽ ഓക്കെ ഇപ്പോൾ ഒരു പോയിന്റ് വന്നിട്ടുള്ള എവിടെയാണ്? നേരത്തെ നമ്മൾ ഇവിടെയൊക്കെ വെച്ച് കൊടുത്ത പോയിന്റ്, ഇപ്പോൾ നിങ്ങൾക്ക് പോയിന്റ് വരുന്നത് തന്നെ ജസ്റ്റ് ഇതുപോലെ ഇവിടെയാണ് പോയിന്റ് വരുന്നതെന്ന് വിചാരിച്ചോ. ഓക്കെ, ബ്ലൂ കളറിൽ മാം ഇട്ടിട്ടുണ്ട് കേട്ടോ. സോ അവിടെ പോയിന്റ് വരുന്ന സമയത്ത് അത് എക്സ് ആക്സിസിൻ്റെ മുകളിലാണ് ഒരു പോയിന്റ് വരുന്നത്. സോ എക്സ് ആക്സിസിൻ്റെ മുകളിൽ ഒരു പോയിന്റ് വരുമ്പോൾ നിങ്ങൾ ഇവിടുത്തെ കോർഡിനേറ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മക്കളെ, എത്രയാണ് വരുന്നത്? എക്സിൻ്റെ പ്ലേസിൽ 3 വന്നിട്ടുണ്ട് അല്ലേ? എക്സിൻ്റെ പ്ലേസിൽ 3 വന്നിട്ടുണ്ട് നമുക്കറിയാം. ഇനി വൈൻ്റെ പ്ലേസിൽ നോക്കിയാൽ വൈയിൽ 0-ലല്ലേ നിൽക്കുന്നത്. സോ വൈൻ്റെ പ്ലേസിൽ 0. സോ ഒരു കോർഡിനേറ്റ് എക്സ് ആക്സിസിന് മുകളിലാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അതിൻ്റെ വൈ 0 ആയിരിക്കും. ഇനി വൈ ആക്സിസിന് മുകളിലാണെങ്കിലോ ഒരു പോയിന്റ് അവിടെ 6ന് മേലെ ഇവിടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലോ, അപ്പോൾ ഇവിടെ വൈയിൽ വാല്യൂ ഉണ്ട്, 6 ആണ് എന്നുള്ളത് നമുക്കറിയാം. എക്സിൻ്റെ പ്ലേസിൽ എന്താകും? എക്സിൻ്റെ പ്ലേസിൽ 0, വൈൻ്റെ പ്ലേസിൽ 6 ആയിട്ട് വരും. കണ്ടോ? അപ്പോൾ വൈ ആക്സിസിന് മുകളിൽ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ എക്സ് 0, എക്സ് ആക്സിസിന് മുകളിൽ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ വൈ 0. നേരെ തിരിച്ച് നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു പോയിന്റ്, ഒരു കോർഡിനേറ്റ് 0 ആൻഡ് 6 ആണ്, അങ്ങനെയാണെങ്കിൽ ആ പോയിന്റ് എവിടെയാണ് എന്ന് ചോദിച്ചാൽ മക്കൾക്ക് എന്ത് പറയാം? എക്സ് 0 ആണെങ്കിൽ പോയിന്റ് വൈ ആക്സിസിന് മുകളിലാണ് എന്ന് പറയാം. ഓക്കെ, സോ ഒന്നില്ലെങ്കിൽ എക്സ് ആക്സിസിന് മുകളിലായിരിക്കും ഒരു പോയിന്റ്, അല്ലെങ്കിൽ വൈ ആക്സിസിന് മുകളിലായിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ 4 ക്വാഡ്രൻറ്റിൽ ഏതെങ്കിലും ഒരു ക്വാഡ്രൻറ്റിലാണ് ഒരു പോയിന്റ് ഉണ്ടാവുക. ഓക്കെ, റെഡി. സോ ഇതിന് ചെറിയ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇത്രയും നേരം പഠിച്ച ക്വാഡ്രൻസും അതുപോലെ ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുന്നതും ഒക്കെ വെച്ചിട്ടാണ്. നമുക്കതും കൂടെ ഒന്ന് നോക്കുമ്പോൾ ഇതൊന്നുകൂടെ ക്ലിയർ ആവും കേട്ടോ. ഓക്കെ, സോ എന്താണ് ഇവിടെ പോയിന്റ്സ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ, സി ഫിഗർ ദി റൈറ്റ് ആൻഡ് റൈറ്റ് ദി ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് ദി കോർഡിനേറ്റ്സ് ഓഫ് ബി എന്ന് പറഞ്ഞിട്ടൊരു ഫിഗർ തന്നിട്ടുണ്ട്. നിങ്ങളിവിടെ നോക്കി, ഇവിടെ ബിയുടെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ് വരുന്നത്? ബിയുടെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ ബി ഇതാ ഇവിടെയാണ് ഇരിക്കുന്നത് അല്ലേ? ബി ഇവിടെയാണ് ഇരിക്കുന്നത്. സോ സോറി കേട്ടോ, ബി ഇവിടെയാണ് ഇരിക്കുന്നത്. സോ ഇതിൽ നിങ്ങൾ നോക്കിയാൽ ഡയറക്റ്റ് ആയിട്ട് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ലൈൻ ഇട്ട് നോക്കുക കേട്ടോ, നിങ്ങൾ പെൻസിൽ വെച്ചിട്ട്. അപ്പോൾ എന്തിട്ടും ഫസ്റ്റ് പോയിന്റ് 1, സെക്കൻഡ് പോയിന്റ് 2 കാണുന്നുണ്ടോ? ഇനി ഫസ്റ്റ് എക്സ് ആക്സിസിൽ നോക്കണം അല്ലേ? എക്സ് ആക്സിസിൽ ഇവിടെ എങ്ങനെയാണ് നോക്കിയേ? ഇവിടെ -4 കഴിഞ്ഞിട്ട് -5-ലാണ്. സോ ഈ കോർഡിനേറ്റ് എങ്ങനെ എഴുതി കൊടുക്കുക? -5 ആൻഡ് ഇവിടെ +2. കണ്ടോ? -5 ആൻഡ് +2-ലാണ് ആരുള്ളത്? ഈ പോയിന്റ് ബി എന്ന് പറയുന്നത് ഉള്ളത്. സോ ഇതേപോലെ ഫസ്റ്റ് എക്സ് എഴുതുക, പിന്നെ വൈ. എപ്പോഴും ഫസ്റ്റ് ഇത് എക്സിൻ്റെ പ്ലേസിലുള്ളതാണ്, ഇത് വൈൻ്റെ പ്ലേസാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലാണ് എന്ത് എഴുതുന്നത്? കോർഡിനേറ്റ്സ് ഈ രൂപത്തിലാണ് എഴുതേണ്ടത്. ഓക്കെ, എന്നാൽ ഇനി നെക്സ്റ്റ് ഒന്ന് നമ്മൾ അടുത്തത് നെക്സ്റ്റ് ഒന്ന് ശ്രമിച്ച് നോക്കിയാൽ നെക്സ്റ്റ് വരുന്നത് ഏതാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? കോർഡിനേറ്റ്സ് ഓഫ് സി തന്നിട്ടുണ്ട്. ഓക്കെ, സോ കോർഡിനേറ്റ്സ് ഓഫ് സി എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കുകയാണ്, സി എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണുള്ളത്? ഇതാ ഇവിടെയാണുള്ളത്. എന്നിട്ട് അത് എക്സ് ആക്സിസിൽ എവിടെയാണ്? കറക്റ്റ് നോക്കിയാൽ 5-ലാണുള്ളത്. സോ 5 എന്നുള്ളത് ഫസ്റ്റ് നമുക്ക് കിട്ടി കേട്ടോ, 5-ലാണ്. ആൻഡ് വൈയുടെ പ്ലേസിൽ നേരെ നോക്കിയാൽ -5-ലാണ്. സോ -5. ഓക്കെ, ഇതുപോലെ ഏതൊരു ഇമേജ് തന്നിട്ടും കോർഡിനേറ്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞാൽ കറക്റ്റ് അവിടെ നിങ്ങൾ ലൈൻ ഇട്ട് നോക്കുക, കോർഡിനേറ്റ്സിനെ മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ ഉള്ള ഒരു പ്രോബ്ലം എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദ്യമുള്ളത് നെക്സ്റ്റ് നല്ല സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ദി പോയിന്റ് ഐഡൻറ്റിഫൈ ബൈ ദി കോർഡിനേറ്റ്സ് -3 ആൻഡ് -5. -3ഉം -5ഉം അതേപോലെ 2ഉം -4ഉം ഇതൊക്കെ എവിടെയാണ് എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ നോക്കി, -5 ആൻഡ് -3 അതല്ല നമ്മളോട് ചോദിച്ചത്, -5 ആൻഡ് -3. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ നോക്കിയാൽ എക്സിൻ്റെ പ്ലേസിൽ ഇൻ ദി പ്ലേസ് ഓഫ് എക്സ് ആക്സിസ് ഇറ്റ് ഈസ് -5. സോ -5 ആൻഡ് -3. സോ ഫസ്റ്റ് മക്കൾ നോക്കിയേ, സോറി കേട്ടോ, -5 ആൻഡ് -3 അല്ല, ഐ തിങ്ക് ഇറ്റ് ഈസ് നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. -3 ആൻഡ് -5 ആണ്. യെസ്, ഓക്കെ, -3 ആൻഡ് -5 ഇതെവിടെയാണുള്ളത് നോക്കിയാൽ ജസ്റ്റ് നോക്കിയാൽ ദ -5 എക്സ് ആക്സിസിൽ -3ഉം വൈ ആക്സിസിൽ -5. വൈ ആക്സിസ് ഇതാണ്, ഇതിന് -5ഉം വരുന്നത് കറക്റ്റ് ചെയ്ത പോയിന്റിലാണ്, ഇയിലാണ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ആൻസർ നിങ്ങൾ ഇ എന്നുള്ളതാണ് കൊടുക്കേണ്ടത്, ഇ എന്ന പോയിന്റിലാണ്. ഓക്കെ, ഇതേപോലെ തന്നെ 2 ആൻഡ് -4. 2 ആൻഡ് -4 എവിടെയാണ് വരുന്നത് നോക്കിയാൽ 2 എക്സ് ആക്സിസിൽ 2 ഇവിടെ വന്ന് വൈ ആക്സിസിൽ -4. സോ അതിൻ്റെ നെക്സ്റ്റ് വണ്ണിൻ്റെ ആൻസർ ജി.
ഓക്കെ, നെക്സ്റ്റ് നമ്മളെ ക്വസ്റ്റ്യൻ ദി അബ്സിസ ഓഫ് ദി പോയിന്റ് ഡി എന്നുള്ളതാണ് നെക്സ്റ്റ് ഉള്ള നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ നോക്കി ദി അബ്സിസ ഓഫ് ദി പോയിന്റ് ഡി ദി ഓർഡിനേറ്റ് ഓഫ് ദി പോയിന്റ് എച്ച് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോ ലെറ്റ്സ് സി വാട്ട് ഇസ് ദി ആൻസർ ഓഫ് ദാറ്റ്. അബ്സിസ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്? അബ്സിസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ആക്സിസ് അല്ലേ, എക്സ് ആക്സിസിനല്ലേ നമ്മൾ അബ്സിസ എന്ന് പറഞ്ഞത്. സോ അബ്സിസ ഓഫ് പോയിന്റ് ഡി എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. സോ പോയിന്റ് ഡി എവിടെയാണ് നോക്കിയാൽ മക്കളെ, ഇവിടെയാണ് പോയിന്റ് ഡി ഉള്ളത്. അതിൽ എക്സ് ആക്സിസ് എവിടെ? 6. സോ ഇതിൻ്റെ ആൻസർ അബ്സിസ ഓഫ് ദി പോയിന്റ് ഡി ഈസ് 6 എന്ന് കൊടുക്കുക. ഓക്കെ, അബ്സിസ ഓഫ് ദി പോയിന്റ് ഡി ഈസ് 6. അടുത്തത് ദി ഓർഡിനേറ്റ് ഓഫ് ദി പോയിന്റ് എച്ച്. ദി ഓർഡിനേറ്റ് ഓഫ് ദി പോയിന്റ് എച്ച് എന്ന് പറഞ്ഞാലോ വൈ ആക്സിസിലാണ് നോക്കേണ്ടത്. ഫസ്റ്റ് എച്ച് എന്ന ലൈനെടുത്ത് എച്ചിൽ വൈ ആക്സിസ് എവിടെ? ഇവിടെ ഉള്ളതാണ് വൈ ആക്സിസ്. സോ ഇവിടെയാണ് -3. സോ ഓർഡിനേറ്റ് ഓഫ് ദി പോയിന്റ് എച്ച് ഇസ് -3 എന്ന് കൊടുക്കുന്നു നമ്മൾ. ഓക്കെ, സോ ഇപ്പോൾ ഇതേപോലെ തന്നെയാണ് കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യാൻ പറഞ്ഞാലൊക്കെ നമ്മൾ സിമ്പിളായിട്ട് മാർക്ക് ചെയ്യുക. ദാറ്റ്സ് നോട്ട് എ മാറ്റർ. ഓക്കെ, പിന്നെ അതിന് നെക്സ്റ്റ് ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ കേട്ടോ, അതിനും കൂടെ ആൻസർ പറഞ്ഞാൽ റെഡി സെറ്റാണ് നമുക്ക്. ദി പോയിന്റ് ഓഫ് ദി ഫോം 0, b ലൈസ് ഓൺ വേർ, എവിടാണത് ഉണ്ടാവുക? ജസ്റ്റ് ഒന്ന് നോക്കിയും നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ച് നോക്കാം അല്ലേ. സോ ദിസ് ഇസ് അവർ എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഇസ് അവർ വൈ ആക്സിസ്, ദിസ് ഇസ് അവർ ഓറിജിൻ O ആൻഡ് ദി പോയിന്റ് ഓഫ് ദി ഫോം 0 ആൻഡ് b. സോ മക്കൾ നോക്കിയാൽ 0 ആൻഡ് b എന്ന് പറയുമ്പോൾ 0 എവിടെയാണ് വരുന്നത്? എക്സ് ആക്സിസിൽ 0 വരണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആലോചിക്കുന്നുണ്ടെങ്കിൽ എക്സ് ആക്സിസിൽ 0 വരണമെങ്കിൽ വൈയിൽ എങ്ങനെ ആയിരിക്കും വരിക? എക്സ് ആക്സിസിൽ 0യും വൈയിൽ വാല്യൂവും. സോ പോയിന്റ് എവിടെ വരാനാണ് സാധ്യത? എക്സിൽ 0 ആവണം എന്ന് പറഞ്ഞത് എക്സിൽ 0 ഇവിടെ ആണ്. ഈ 0യിൽ മേലെയും താഴെയും പോകാം, പക്ഷേ ഇനി എന്താ വരുത്? 0 വിട്ട് പോകരുത്, അങ്ങനെയല്ലേ. സോ നേരെ ഓപ്പോസിറ്റ് കേട്ടോ. എക്സിൻ്റെ പ്ലേസിൽ 0 ആണെങ്കിൽ വൈൻ്റെ ആക്സിസിലായിരിക്കും അത് ഉണ്ടാവുക. വൈൻ്റെ പ്ലേസിൽ 0 ആണെങ്കിൽ എക്സ് ആക്സിസിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ഇപ്പോൾ ഇത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ നോക്കിയാൽ വൈ ആക്സിസിലാണ്. ഇനി ഇതേപോലെ നിങ്ങളോട് ഇത് ഏത് ക്വാഡ്രൻറ്റിലാണ്, ഒരു നമ്പർ തന്നിട്ട് ഇത് ഏത് ക്വാഡ്രൻറ്റിലാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ എന്ത് പറയണം? ഇപ്പോൾ ജസ്റ്റ് നിങ്ങളോട് ചോദിക്കുകയാണ് ഏതെങ്കിലും ഒരു നമ്പർ തന്ന് -2 ആൻഡ് -3 എന്ന് തന്നിട്ട് ഇത് ഏത് ക്വാഡ്രൻറ്റിലാണെന്ന് ചോദിച്ചാൽ മക്കൾക്ക് എന്ത് പറയാൻ പറ്റണം? നെഗറ്റീവ് ആൻഡ് നെഗറ്റീവ് നമ്മൾ 4th ക്വാഡ്രൻറ്റിലാണ് പഠിച്ചത് അല്ലേ. ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്താണ്? പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് നെഗറ്റീവ് 3rd ക്വാഡ്രൻറ്റിലാണ് പഠിച്ചത് കേട്ടോ. നെഗറ്റീവ് ആൻഡ് നെഗറ്റീവ് 3rd ക്വാഡ്രൻറ്റിലാണ് വരുന്നത്. നെഗറ്റീവ് ആൻഡ് നെഗറ്റീവ് 3rd ക്വാഡ്രൻറ്റ്. സോ ഇതിന് നമുക്ക് എങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റും എന്നറിയോ? ഒന്നുകൂടെ നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു സ്ലൈഡിൽ തന്നെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം കേട്ടോ. സോ ഐ തിങ്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഏത് ക്വാഡ്രൻ്റ് ആണെന്നുള്ളത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് രണ്ടും പോസിറ്റീവ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, അത് നമുക്ക് സിമ്പിളാണ്. ഇനി അടുത്തത് കൊടുക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അത് മക്കൾക്ക് അധികം മാറിപ്പോകുന്നൊരു സംഭവം ആയതുകൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊരു ടിക്ക് പറയുന്നത്. പോസിറ്റീവ് എന്നുള്ളത് രണ്ടും പോസിറ്റീവ് ആയപ്പോൾ അടുത്തിനിപ്പോൾ ഒരു നെഗറ്റീവിന് വിഷമാവൂലേ. അപ്പോൾ എന്ത് ചെയ്യണം? നെഗറ്റീവിന് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ രണ്ടാളും ഈക്വൽ പ്ലേസിലാണ്. അപ്പോൾ പിന്നെ പോസിറ്റീവ് ഓൾറെഡി കൊടുത്തുകൊണ്ട് അടുത്ത് നമ്മൾ നെഗറ്റീവ് കൊടുക്കുന്നു. പിന്നെ ഇനി ബാക്കിയുള്ള ഒറ്റ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവാണ് അദ്ദേഹത്തെയും കൊടുത്ത്. റെഡിയാ? സോ ഇങ്ങനെ ഓർമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ C ഷേപ്പിലാണ് നമ്മുടെ ക്വാഡ്രൻസ് വരേണ്ടത്. അതിൽ തന്നെ ഫസ്റ്റ് പോസിറ്റീവ് പിന്നെ നെഗറ്റീവ് പിന്നെ നെഗറ്റീവ് പോസിറ്റീവ്. ഈ കാര്യം കൂടെ മക്കളൊന്ന് ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ്. ഓക്കെ, ഈ ചാപ്റ്ററിൽ പിന്നെ എന്തില്ല നമുക്കിവിടെ. ദാറ്റ്സ് ഓൾ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം കേട്ടോ.